ഈശോയിൽ സ്നേഹമുള്ളവരെ, ആരാധകരുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഫാൻസ് അസോസിയേഷനുകൾ ധാരാളമുള്ള നാടാണ് കേരളം. മമ്മൂട്ടി ഫാൻസ് ക്ലബ്, മോഹൻലാൽ ഫാൻസ് ക്ലബ്, വിജയ് ഫാൻസ് ക്ലബ്, അങ്ങനെ ഒത്തിരി സിനിമാ നടന്മാർക്ക് ഫാൻസ് ക്ലബ്ബുകൾ സുലഭം. കൂടാതെ കായിക താരങ്ങൾക്കും ആരാധകരും ക്ലബ്ബുകളുമുണ്ട്. ഇക്കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സമയത്ത് ഒത്തിരി വിദേശ ടീമുകളുടെ ഫ്ലക്സ് ബോർഡുകളും കളിക്കാരുടെ ഫ്ലക്സ് ബോർഡുകളും കൊണ്ട് കേരളം നിറഞ്ഞു. കളി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ഇരിപ്പുണ്ട്. എവിടെയും കായിക താരങ്ങൾക്കും സിനിമാ താരങ്ങൾക്കും പാട്ടുകാർക്കും ഡാൻസുകാർക്കും ആരാധകർ. അവരുടെ ഹീറോകളെക്കുറിച്ച് പറയാൻ ആയിരം നാവാണ്. സ്വന്തം ഹീറോയെക്കുറിച്ച് കുറ്റം പറയുന്നതോ കുറച്ച് കാണിക്കുന്നതോ ഇഷ്ടപ്പെടാത്തവർ ഉണ്ട്. അതിൻ്റെ പേരിൽ പലപ്പോഴും വഴക്കും ഇടാറുണ്ട്. ഇക്കഴിഞ്ഞ ജാനുവരി മാസത്തിൽ തമിഴ്നാട്ടിൽ സിനിമാ നടന്മാരായ വിജയുടെയും അജിത്തിൻ്റെയും ആരാധകർ തമ്മിൽ വഴക്കിടുകയും പോസ്റ്ററുകൾ പരസ്പരം വലിച്ചു കീറുകയും അവസാനം പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വരികയും ചെയ്തു. സംഭവത്തിൽ ഒരു യുവാവ് ലോറിയുടെ മുകളിൽ നിന്നും വീണ് മരിക്കുകയും ചെയ്തു. ആരാധകരുടെ ഒരു ലോകം. ലോകരക്ഷകനായി ഈ ലോകത്ത് അവതരിച്ച ഈശോയുടെ ഈ ലോക ജീവിതത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും ഈശോയോട് കൂടെ നിന്ന കുറേ വ്യക്തികളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി പറയുന്നു. ഇവർ ഈശോയുടെ ആരാധകരായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും ഈശോടൊപ്പമുണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തമാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലീന എന്ന് വിളിക്കപ്പെടുന്ന മറിയവും ഹെറോദ്യസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നായും സൂസന്നായും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു സ്ത്രീകളും ഈശോടൊപ്പമുണ്ടായിരുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഈശോയോട് കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഈശോയുടെ വലിയ ഫാൻസ് ആയിരുന്നു, ആരാധകരായിരുന്നു. ഈശോയുടെ ആരാധകരിൽ ഏറ്റവും വലിയ ആരാധിക മഗ്ദലേന മറിയമായിരുന്നു. ഈശോയുടെ ജീവിതത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും മഗ്ദലേന മറിയം ഒരു സുപ്രധാന പങ്ക് വഹിച്ചു. ഈശോയുടെ പീഡാസകന സമയത്ത് മറിയം പരിശുദ്ധ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മയോടൊപ്പം ഈശോയുടെ കുരിശ് യാത്രയെ പിന്തുടർന്നു. കാൽവരി മലമുകളിൽ ഈശോയുടെ കുരിശിനരികെ മാതാവിനോടൊപ്പം മഗ്ദലേന മറിയവും ഉണ്ടായിരുന്നു. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മറിയം ഈശോയുടെ കല്ലറയുടെ അടുത്തേക്ക് വരുന്നു. കല്ലറയുടെ കല്ലുകൾ മാറ്റിയിരിക്കുന്നതായും ഈശോയെ യഹൂദർ എടുത്തുകൊണ്ടുപോയി എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ട് നിന്ന മറിയത്തിന് ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ഈശോ അവളെ പേര് ചൊല്ലി വിളിക്കുന്നു. മറിയം ഈശോയെ തിരിച്ചറിയുന്നു, ഗുരു എന്ന് വിളിക്കുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റ സത്യം തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുവാനുള്ള ദൗത്യം ഈശോ അവളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഉദ്ധാനത്തിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷകയായി മഗ്ദലേന മറിയം തിരഞ്ഞെടുക്കപ്പെട്ടു. അവൾ ഓടി ഞാൻ കർത്താവിനെ കണ്ടു എന്നും ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. സ്നേഹമുള്ളവരെ, ഈശോയിൽ അടിയുറച്ച വിശ്വാസവും വേണ്ടതിൽ കവിഞ്ഞ ആരാധനയും പ്രകടിപ്പിച്ച വ്യക്തിയാണ് മഗ്ദലേന മറിയം. തന്നിൽ അതിയായി വിശ്വാസവും സ്നേഹവും കാണിച്ച മറിയത്തിന് ഈശോ ആദ്യമായി പ്രത്യക്ഷപ്പെടുകയും
തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്നതും അനുകരിക്കുകയും ചെയ്യുന്ന വ്യക്തി നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ്. നമ്മുടെ ഈശോ മനുഷ്യൻ മാത്രമല്ല, ദൈവവും കൂടെയാണ്. ഈശോയാണ് നമ്മുടെ ഹീറോ. ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈശോയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നവർ അനുദിനം ശക്തി പ്രാപിക്കും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും